പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞതാവട്ടെ ഈ വർഷം കേട്ടോ. അതെ. അപ്പോൾ ഇന്ന് ഡിസംബർ 31-ാം തീയതി ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത്. നാളെയാണ് 1-ാം തീയതി. അപ്പോൾ 2024 വിഷമതകൾ അനുഭവിച്ചവർക്ക് ആ വിഷമങ്ങളൊക്കെ മാറി നല്ല ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവട്ടെ, നല്ല വാർത്തകൾ ഉണ്ടാവട്ടെ, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ 2025. ഇനി 2024 നല്ലതായിട്ട് പോയവർക്ക് അതുപോലെ തന്നെ തുടരട്ടെ. ഞങ്ങൾ അങ്ങനെയായിരുന്നു. എല്ലാ പ്രാവശ്യവും ഈ ഡിസംബർ 31-ാം തീയതി ഇങ്ങനെ വിചാരിക്കും, അടുത്ത കൊല്ലാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റം നമുക്ക് ഉണ്ടാവുമോ, അങ്ങനെ. അപ്പം ഉണ്ടാവട്ടെ എല്ലാവർക്കും. അപ്പോൾ ജനുവരി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞ ദിവസമാണ്. ഇപ്പോൾ 2ാമത്തെ വർഷമാണ് ഇന്ന്. ഇപ്പോൾ ഈ ജനുവരി 1 കുറേ പേർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പണ്ട് വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് പലർക്കും ഇപ്പോഴും അമ്മ മരിച്ചവരെ അറിയില്ല. അപ്പോൾ അമ്മ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും കമൻസ് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാം, നമ്മുടെ അമ്മ 2023 ജനുവരി 1-ാം തീയതി മരിച്ചു. ഇപ്പം നാളത്തേക്ക്, അതായത് 2025 ജനുവരി 1-ാം തീയതിക്ക് ശരിക്കും 2 വർഷവും. മരിച്ച നാൾ നോക്കുമ്പോൾ ദിവസങ്ങളുണ്ട്. നമ്മൾ നക്ഷത്രമാണല്ലോ നോക്കുക. ഞങ്ങളിങ്ങനെ ഈ ശ്രാദ്ധം എന്ന് പറയില്ലേ, ഈ ബലിയിടുക, അതൊക്കെ ചെയ്യുക നാൾ നോക്കിയിട്ടാണ്. അപ്പോൾ അതിന് ഇനി കുറച്ചുകൂടി ദിവസമുണ്ട്. ഇത് ജനുവരി 9-ാം തീയതിയാണ് വരുന്നത്. നമുക്കൊരു ഭാഗ്യം കിട്ടിയത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ നല്ല ഓർമ്മയോടുകൂടി, അമ്മ ഓർമ്മയില്ലാണ്ട് ഒരു 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അവസാന സമയമായപ്പോഴത്തേക്ക് അമ്മയുടെ അവസ്ഥ ഭയങ്കര മോശമായിപ്പോയി. ഭാഗ്യത്തിന് കെടുന്നില്ല. കെടുന്നു കഴിഞ്ഞാൽ അമ്മയുടെ മേലാകെ പൊട്ടിയനെ. പക്ഷെ കെടുന്നില്ല അമ്മ. ആ കെടുന്ന ആ ദിവസം തന്നെ, കെടുപ്പിലായ ആ പിറ്റേ ദിവസമാണ് അമ്മ മരിച്ചത്. കെടുപ്പിലായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം അമ്മ മരിച്ചു. അങ്ങനെ ഒറ്റ ദിവസം ഞാൻ ആശുപത്രി കിടന്നിട്ടുള്ളൂ. അപ്പോൾ അമ്മയുടെ ഓർമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് വീഡിയോകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൂടെ. അപ്പം ഞങ്ങളത് ഇടയ്ക്കിരുന്ന് കാണും. അമ്മയുടെ പഴയ അമ്മേനെ കാണാൻ, അമ്മയുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കാമല്ലോ, അത് കാരണം. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ടായി. അപ്പോൾ ആദ്യമായിട്ട് അമ്മ നമ്മുടെ ചാനലിൽ വന്ന് ജഗ്ഗുവിൻ്റെ പിറന്നാളിന് നമ്മൾ നമ്മുടെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തിയാലാണ് അമ്മേനെ കാണിച്ചാണ് ആദ്യമായിട്ട്. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കണ്ണിന് ഭയങ്കര കാഴ്ചശക്തിയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നും മുരിങ്ങേരല കഴിക്കും. അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും മുരിങ്ങേരല. അമ്മ എപ്പോഴും മുരിങ്ങേരലും കുടഞ്ഞിട്ട് പറമ്പിൽ നിന്ന് വരും. അപ്പോൾ തന്നെത്താ അമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മ എന്നെ ചെയ്തു തുടങ്ങും. അമ്മയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലും, അമ്മയുടെ ഡ്രസ്സ് കഴുകലും, അമ്മയുടെ ബെഡ്ഷീറ്റ് എല്ലാം അമ്മയ്ക്ക് വയ്യാണ്ടാവണ വരെ അമ്മ എന്നെ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ അമ്മയുടെ ആ മുരിങ്ങയില തോരനെ കുറിച്ചിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ നമുക്ക് അതിൽ കുറേ കമൻസ് വന്നു. അത് അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ ഇടാൻ. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് അമ്മേനെ വീഡിയോയിൽ നിർത്തിക്കൊണ്ട് ഒരു വീഡിയോ എടുത്തത്. നമ്മളൊരു 170ാമത്തെ വീഡിയോ ആയിരുന്നു എൻ്റെ ഓർമ്മ. അത് അപ്പൊ അമ്മേനെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോന്റെ കുറച്ച് ക്ലിപ്പുകൾ ഞങ്ങൾ മുരിങ്ങയില കഴുകി 2 കുടച്ചിൽ കുടഞ്ഞു. ഇനി അമ്മ ഇത് ഈ കിണ്ണത്തിലേക്ക് ഇതൊക്കെ പിടിപിടുത്തന്നെ ഉരിഞ്ഞിടും. എന്നിട്ട് ചേറിയെടുക്കും. അതിന്റെ ഒരു ഇതുണ്ടാവില്ല, ഒക്കെ ഉരിഞ്ഞു വീഴൂല്ലേ എല്ലാതും. ഉരിഞ്ഞു വീഴും. അപ്പൊ വാടില്ലേ അമ്മ പിറ്റേ ദിവസത്തേക്ക്? അതും നോക്കണ്ട. പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ. ഇപ്പൊ ഒന്നും വേണ്ട. അമ്മയും ഞാനും കൂടി കഴിക്കണേ. സാധ്യം കഴിക്കണ്ട്. നമ്മള് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേരെ കണ്ണിൻ്റെ കാഴ്ച ശക്തി കൂട്ടിയ ആ മുരിങ്ങയില തോരനാണ് നമ്മൾ വയ്ക്കാൻ പോണത്. തീരെ കാശലവില്ലാത്തത്, എന്നും വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് ആ മുരിങ്ങയില തോരൻ്റെ വീഡിയോ കണ്ടമാനം പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നത് കുറേ പേര് പറയുന്നുണ്ട് മുരിങ്ങയില ഇങ്ങനെയല്ല വയ്ക്കുക, നല്ല ടേസ്റ്റിൽ വയ്ക്കുക. പക്ഷേ ടേസ്റ്റിൽ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ 1-2 ദിവസം ടേസ്റ്റ് നാളികേരമൊക്കെ ചെരുകി അത് ഇതൊക്കെ ഇട്ട് ചിലർ കോഴിമുട്ട പൊട്ടിച്ചൊടിച്ച് നല്ല ഭംഗിയിലൊക്കെ നല്ല ഇതിലൊക്കെ വെക്കും. നമ്മുടെ മുരിങ്ങ ഇട്ടാ ഇതുപോലെ മുരിങ്ങയില പൊട്ടിക്കുന്നത്. മുരിങ്ങയില പൊട്ടിച്ച് തരില്ല. കുറേ നാളായില്ലേ കുടിലിൻ്റെ പരിസരം കണ്ടിട്ട്. ഇവിടുത്തെ ഈ പൂക്കളൊക്കെ അടിപൊളിയായിട്ടാ കണ്ട, നല്ല ഭംഗിയായില്ലേ ഇവിടേക്കും. ദേ പൂക്കളൊക്കെ എല്ലാത്തുമ്പിലും നിറച്ച് പൂക്കളാ. ഇവിടെ നിന്നോടുന്ന ആ റോസ മുഴുവൻ അങ്ങോട്ട് മാറ്റിണ്ടായിരുന്നു. അതുമ്പിലും നിറച്ച് പോവപ്പോൾ റോസമേ അത് പിടിച്ച് കിട്ടാവോ എന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് വെറുതെ വെച്ചതാ. പക്ഷെ അതുമ്പിലൊക്കെ ഇപ്പോൾ പൂക്കളായി. കോളാമ്പി പോയി, കോളാമ്പിൽ പാലപ്പൂവാ വിരിയണുള്ളൂട്ടാ. അപ്പൊ നമ്മള്
ഉണങ്ങിപ്പോയിന്ന് ഞാൻ പറഞ്ഞതാ. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിപ്പോയിരിക്കുന്നു. അല്ല, അത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് കുറെ നാളായില്ല, അതുകൊണ്ട്. അപ്പൊ നമ്മളെ ഭയങ്കര ടേസ്റ്റ് വെക്കുകയാണെങ്കിൽ എന്തൊരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് 1-2 ദിവസം തന്നെ നമ്മൾ വേണമെങ്കിൽ മുരിങ്ങല അങ്ങനെ വെച്ച് കഴിക്കും. പക്ഷെ അമ്മേരെ പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമ്പര്യത്തോടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാ, പിന്നെ കൂട്ടാൻ അതന്നെ വാട്ടി കഴിക്കുന്നതാണ്. ഭയങ്കര സ്പീഡിൽ അമ്മ ചെയ്യ എല്ലാ കാര്യങ്ങളും. നമ്മൾ കുറച്ച് മുരിങ്ങല പൊട്ടിക്കട്ടാ. അച്ഛനോ, അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമെടുത്ത് സാധനങ്ങളൊക്കെ അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ, ഇപ്പോൾ വെളിച്ചെണ്ണയും അതുപോലെയുള്ള ഉള്ളിയും ഒക്കെ നന്നായിട്ട് ചേർത്ത് സമാധാനമായിട്ടൊക്കെ വഴറ്റിയും പിടിച്ചും അങ്ങനെയൊക്കെയാണ് അച്ഛൻ ചെയ്യുക. അപ്പം അച്ഛൻ്റെ ഒരു അതിഭയങ്കരമായ ടേസ്റ്റാണ് അച്ഛൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അമ്മയുടെ എന്ന് പറഞ്ഞാൽ ചറ പറ അങ്ങനെ കാര്യങ്ങൾ. അപ്പം അമ്മ ചെയ്യണതിന് അച്ഛൻ കളിയാക്കും ചെയ്യും കേട്ടോ, കുറ്റം പറയും ചെയ്യും, അതിൻ്റെ പേരിൽ അവർ തല്ലൂടും ചെയ്യും. പക്ഷെ അമ്മ അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കാണിച്ചാലും അതിനൊരു രസമാണ്. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ കാണിക്കുന്ന കാണുമ്പോൾ ഈ മുരിങ്ങേര ഇല്ലേ നേരെ ഇങ്ങനെ 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 കുടഞ്ഞിട്ടാണ് അമ്മ വരാട്ടാ, വരുന്നതേ ഇങ്ങനെ കുടഞ്ഞിട്ടാ. എന്നിട്ട് ഇങ്ങനെ വെള്ളത്തില് അച്ഛൻ പറയും ഭദ്രകാളി തുള്ളിയോള് വരണ്ടെന്ന് പറയും. കാരണം ഈ മുരിങ്ങല ഇത് കൊണ്ടിട്ട് മറ്റേ ഈ തമിഴ്നാട്ടില് മറ്റേ ഇത് കുടഞ്ഞിട്ട് വരില്ലേ എന്ന് പറയുന്നത്, വേപ്പിന്റെ ആര്യവേപ്പിന്റെ അല്ല. അപ്പൊ അമ്മ പറയും അച്ഛൻ്റെ ഒരു കമന്റ്, അച്ഛൻ ഭയങ്കര തമാശക്കാരനാണ്. അപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് മുക്കിയിട്ട് ഇങ്ങനെ കുടഞ്ഞ് വന്നിട്ട് ഈ തീ കത്തിച്ചിട്ട് ചീഞ്ചട്ടി വയ്ക്കും. എന്നിട്ട് ഈ ചീഞ്ചട്ടിയിലേക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് ഉരിഞ്ഞിടുക. ആ ഉരിഞ്ഞിട്ടിട്ട് അതിലേക്കാണ് വെളിച്ചെണ്ണ ഇത്തുരുള്ളി ഒഴിക്കും. എന്നിട്ട് ആണ് അമ്മ ഉള്ളി എടുക്കാൻ പോവാ. ആ ഉള്ളി പോയിട്ട് നന്നാക്കിയിട്ട് അമ്മീമ കൊണ്ട് ചതച്ചിട്ട് ഇതിൽ കൊണ്ടിടും. എന്നിട്ട് ഇളക്കി കഴിഞ്ഞ പരിപാടി. എടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഈ മഞ്ഞച്ചിട്ടുള്ളതൊക്കെ കളയൂട്ടാ. ഇതേ ബക്കറ്റ് വെള്ളത്തിൽ 4 അലമ്പാണ്. പഴുത്തത് കളയണം. അല്ല അമ്മേരെ ശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളത് അങ്ങനെ കാണിക്കണം കേട്ടോ. അതൊക്കെ അമ്മ കളയും. അല്ല ഇതൊക്കെ കളയും, വേണ്ട. ബക്കറ്റ് വെള്ളത്തിൽ 4 മുക്കാണ് കേട്ടാ. അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഒരു അവസാന 10 മാസം ഞങ്ങളുടെ കൂടെയായിരുന്നു. ഇതൊന്നും ഇതിന്റെ ഞാരൊന്നും അങ്ങനെ കളയില്ല, അതിങ്ങനെ ഇടുള്ളൂ, ഇങ്ങനെ മുരിയുള്ളൂട്ടാ. ഞാനിത് നന്നാക്കാൻ മറ്റോണം ഇരിക്കണ അമ്മ എന്നെ ചീത്ത പറയും. അമ്മയൊക്കെ എങ്ങനെയാണെന്നറിയോ, ഓരോ ഇലയും ഇങ്ങോട്ട് ഉള്ളി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കും ഇവര്, ഓരോന്നോരോന്നുള്ളി പ്രാന്ത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്ര അധികം അംഗങ്ങൾക്ക് ചെയ്യണ്ടേ, അപ്പൊ എന്തോരം ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ, അതാണ് അമ്മ അങ്ങനെയാ. ഇത് നമ്മുടെ അമ്മ വെളിച്ചെണ്ണ മൂപ്പിക്കാം നമ്മള്. അതേ അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കെടുപ്പിലായി ഒന്നുമില്ല. അച്ഛന് ശ്വാസം മുട്ട് വന്നു, ഹോസ്പിറ്റലിലേക്ക് ഇത് ഇവിടെ നിന്ന് പോയി, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഏതാണ്ട് കാറിലിരുന്നിട്ട് തന്നെ അച്ഛൻ മരിച്ചു എന്ന് തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ പ്രഷറൊക്കെ താന്നു പോയി, അങ്ങനെയായിരുന്നു. അമ്മ പക്ഷേ അങ്ങനെയല്ല. അച്ഛൻ്റെ ഒരു അവസാന 10 മാസം നമുക്ക് ഭാഗ്യം കിട്ടി, ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു അതിനെ. അപ്പോൾ അച്ഛനങ്ങനെ നോക്കാൻ പറ്റിയില്ല. അമ്മ എന്ന് പറഞ്ഞാൽ ഈ ഓർമ്മ പോയിട്ട് അമ്മ സജീവൻ്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ അവരൊരു മാസം, അമ്മയുടെ ഓർമ്മ പോയിട്ട് ഒരു മാസം അവർ നോക്കി. പിന്നെ അവരെ കൊണ്ട് പറ്റാണ്ടായി. ഈ ഡിമെൻഷ്യ എന്നൊക്കെ പറയില്ലേ, അത് വന്നിട്ടുള്ള പ്രായമായിട്ടുള്ളവരെ നോക്കിയവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു മാസം കൊണ്ട് അമ്മയ്ക്ക് ഉറക്കമില്ലായിരുന്നു. അമ്മ കണ്ണ് തെറ്റി, ആ സമയത്ത് അമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ടേ. കണ്ണ് തെറ്റി കഴിഞ്ഞാൽ വാതിൽ തുറന്ന് എണീറ്റ് പോവുക. കാരണം നമ്മളൊന്നും അമ്മയ്ക്ക് അറിയില്ല, നമ്മൾ വേറെ ആരോ പോലെയാണ് അമ്മയ്ക്ക് കാണുമ്പോൾ, നിങ്ങളൊക്കെ അപരിചിതരുടെ പോലെയാണ്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ അടുത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ഓടാ വീട്ടിൽ നിന്ന്. അപ്പോൾ നോക്കി വെച്ചിരിക്കണം, രാത്രിയും പകലും അമ്മയ്ക്ക് ഉറക്കമില്ല. അപ്പം അങ്ങനെയായിട്ട് സജീവനും രാഗിയും ശരിക്കും ബുദ്ധിമുട്ടി. അപ്പോഴെന്നെയാണ് നമ്മൾ തീരുമാനം എടുത്തത്, നമ്മൾ ബാക്കി എല്ലാവരും ഇവിടെ അടുത്തുള്ളപ്പോൾ അവർ മാത്രം അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം എന്താ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും 10 ദിവസം വീതം നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. നമുക്ക് വണ്ടി വിളിച്ച് കൊണ്ടുപോകുന്നു വേണ്ടല്ലോ, നടത്തി കൊണ്ടല്ലേ വേണ്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അമ്മേനെ സുഖസുന്ദരമായിട്ട് നോക്കി. പിന്നെ കെടുത്തി അങ്ങനെ ഭയങ്കരമായിട്ട് അമ്മ നമ്മളൊന്നും ബുദ്ധിമുട്ടിപ്പിച്ചില്ല. അല്ല മരിക്കാനും നല്ല രീതിയിൽ മരിക്കാനും ഭാഗ്യം വേണമല്ലോ, അതന്നെ തീർച്ചയായിട്ടും. അപ്പം എല്ലാവരും ഇവിടെ എല്ലാവരും അതാ പറഞ്ഞു, ഈ അയലക്കത്തുള്ളവരായാലും ഒക്കെ അമ്മേനെ
അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും കാരണം ഈ അയലക്കാരൊക്കെ ആയിട്ട് അമ്മ നല്ല ബന്ധമാണ്. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലും പേര് വിളിക്കണത് നമ്മൾ കേൾക്കില്ല. മോനെ മോളെ അങ്ങനെയാണ് അമ്മ വിളിക്കുള്ളൂ. ഇപ്പോൾ മക്കളെയൊക്കെ മോനെ മോനെ എന്ന് വിളിക്കും. ഈ അയലക്കത്തുള്ള ഇപ്പോൾ ഇവരുടെയൊക്കെ ഫ്രണ്ട്സും നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെയുള്ളവരൊക്കെ വരുമല്ലോ, എല്ലാവരും മോന. അമ്മയ്ക്ക് ഒരു പരിചയമില്ലാത്തവരും മോനെയെന്ന് വിളിക്കുക. എടാ ഡാ ഇങ്ങോട്ട് വന്നേടാ ഇങ്ങനെ ഒന്നും പറയില്ല, മോനെ മോനെ എന്ന് വിളിക്കുള്ളൂ. പെണ്ണുങ്ങളെയൊക്കെ മോളെന്ന് വിളിക്കുക. അപ്പം അങ്ങനെ ഈ അയലക്കാരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ആയതുകൊണ്ടേ അവർക്കൊക്കെ അമ്മേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാ. അപ്പോൾ അമ്മേനെ എല്ലാവരും ഈ വയ്യാണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അപ്പോൾ അവരൊന്നും അമ്മയ്ക്ക് അറിയില്ല, ഓർമ്മയില്ല. അപ്പം അവർ അമ്മ മരിച്ചപ്പോഴായാലും നമ്മളോടൊക്കെ പറഞ്ഞത് അതാണ്, ഇങ്ങനെ കെടുത്തി കഷ്ടപ്പെടുത്തിയില്ലല്ലോ. അമ്മേരെ പാചകം ചെയ്യാൻ കേട്ടോ. അതെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കില്ലടാ. അത് ഞാനിപ്പോൾ ഒരു ഇത്തിരി കൂടുതൽ ഒഴിക്കേണ്ടത് മാത്രം. അമ്മ അത് ഒഴിക്കില്ല, പിന്നെ ഹെൽത്തി ഫുഡാണ്. ഉള്ളി, അമ്മയ്ക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉണ്ടായിരുന്നേ. ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ഒരു സ്വല്പം ചതച്ചത് ഇടണം. ഇതൊക്കെ ആർഭാടാണ് അമ്മേനെ സംബന്ധിച്ച് അല്ലേ. ഇതൊക്കെ ഭയങ്കരമാണ്. അതെ, പിന്നെ കുറച്ച് കുത്തിപ്പൊടി മുളക് കണ്ട, സ്വല്പം മുളക് പൊടി അതിലും അമ്മ അധികം ചേർക്കില്ല. വേപ്പിൻ്റെ ഇല വേണ്ടേ? വേപ്പിൻ്റെ ഇല ഒന്നും ചിലപ്പോൾ ഇടില്ല. വേപ്പിൻ്റെ ഇലയ്ക്ക് ഇനി നേരം ഇല്ലേ. എന്നിട്ട് പിന്നെ ഒന്നിളക്കണം. ഇതിൽ പാചകമൊന്നും ഇല്ല കേട്ടോ, നമ്മളിങ്ങനെ വെറുതെ ജനുവരി 1 എന്ന് പറയുമ്പോൾ അമ്മേനെയാണ് ഓർമ്മ വരാം. അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും അമ്മമാരെ പറ്റി ഓർമ്മകളുണ്ടാവും, നമുക്കും കണ്ടമാന ഓർമ്മകളുണ്ട് കേട്ടോ. ഈ ജഗുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കണ സമയത്തേ ചേട്ടന് പറയാനുണ്ട് അല്ലേ ഒരു ഓർമ്മ. നീ ജനിച്ചിട്ടില്ല, നീ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തുടക്കം കുറേ എക്സസൈസ് ചെയ്യണതിന് മുന്നേ നമ്മുടെ ശരീരത്തിനെ ഇങ്ങനെ അതിന് വേണ്ടി സജ്ജമാക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് തുടക്കം നടക്കണം. അപ്പോൾ ഏതോ ഒരു ഗുളിക എനിക്ക് പറ്റാത്തതുണ്ടായിരുന്നു. അപ്പോൾ ആ മരുന്ന് എല്ലാ ദിവസവും ഉണ്ട് കഴിക്കാൻ. എല്ലാ ദിവസവും രാത്രി 2 മണിയാകുമ്പോൾ സ്വിച്ച് ഇട്ട പോലെ എണീക്കും, ഛർദ്ദി തുടങ്ങും നേരം വെളുക്കണ വരെ. വെറുതെ നോക്കാൻ എനിക്ക് ഒന്നുമില്ല വൈറ്റില്ല. നമ്മുടെ വീട് അപ്പോൾ വെറുതെ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്, എല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, പണിയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എന്നിട്ട് ഒരു ദിവസം പിന്നെ ഹോർമോൺ ഇതിലേക്ക് കടന്നു. ഈ ഹോർമോൺ ഇഞ്ചക്ഷനുകൾ എനിക്ക് കൂടി ആ പ്രഗ്നൻസി സ്റ്റോറി കണ്ടവർക്ക് അറിയാം. ഹോർമോൺ ഇഞ്ചക്ഷനുകൾ നല്ല ഡോസ് കൂട്ടി എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഭക്ഷണവും കഴിക്കാൻ പറ്റണില്ല. ഈ ഓക്കാനോ ഛർദ്ദി തന്നെ, ഗ്യാസ് കയറിയിട്ടും മരുന്നുകളുടെ അതൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ദിവസം തവിട്ട് പൊട്ടിയിട്ടാ ഒന്നരാടം പോകണം ഹോസ്പിറ്റലിലേക്ക് സ്കാനിങ്ങിന്. ബൈക്കുമിലല്ല പോണതും. അങ്ങനെ പോയിട്ട് വയ്യാണ്ടായിട്ട് വന്ന് അന്ന് ഞങ്ങൾ വരുമ്പോൾ അമ്മ എല്ലാ വട്ട ആശുപത്രിയിൽ നിന്ന് വരുമ്പോഴും ഇങ്ങനെ ആ ബൈക്കിൻ്റെ പിന്നാലെ അമ്മകൾ നടന്നു വരും. ഇന്ന് എന്തുട്ടായി മോളെ അങ്ങനെ ചോദിച്ചിട്ട് അമ്മ വിശേഷങ്ങൾ ചോദിക്കാൻ വരും. അന്ന് വന്നപ്പോൾ എനിക്ക് പറയാൻ തന്നെ വയ്യ മൂട്. ഞാനിങ്ങനെ കെടുക്കുക. അപ്പം അമ്മേൻ്റെ അടുത്ത് വന്നപ്പോൾ അമ്മയ്ക്കും ഭയങ്കര സങ്കടം വരുന്ന എൻ്റെ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ എൻ്റെ കൈമ പിടിച്ചു. അപ്പോൾ ഞാൻ കൈമ പിടിച്ചിട്ട് അമ്മ ഒന്ന് പോകണ്ട അമ്മ എൻ്റെ അടുത്ത് നിൽക്കുമോ ഇന്ന് ഇവിടെയും ചോദിച്ചു. അപ്പോൾ അമ്മ നിൽക്കാൻ മോളേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മ നീങ്ങിപ്പോയിട്ട് അപ്പോൾ ഛർദ്ദിച്ചിട്ട് എനിക്ക് വായിക്കും ചൊടിയില്ല, ഒരു ഭക്ഷണം കഴിക്കാനും തോന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ നല്ല ചൂട്ടോടുകൂടി പൊടിയേരി കഞ്ഞിയും വല്ല ചമ്മന്തിയൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പക്ഷെ എനിക്ക് എണീറ്റ് പോയിട്ട് ഇനി തീയൊക്കെ കത്തിച്ച് പൊടിയേരി കഞ്ഞി ഇതൊക്കെ ഇനി ഉണ്ടാക്കാനും വയ്യ. പൊടിയേരിയൊന്നും ഇല്ല നമ്മുടെ വീട്ടിലും ഇല്ല. അപ്പം ഞാൻ അങ്ങനെ തന്നെ എടുക്കുക. അപ്പിണ്ട് നമ്മുടെ അമ്മേ, നമ്മുടെ വിറകടുപ്പ് ഞാൻ കത്തിക്കാറും കൂടി ഇല്ലേ അടുക്കളയിലത്തെ. ആ വിറകടുപ്പ് കത്തിച്ച് എവിടേക്കൊക്കെ ഓടി നടന്ന് പൊടിയേരി കൊണ്ടുവന്ന് എനിക്ക് കഞ്ഞി വെച്ച് പറമ്പിലേക്ക് പോയിട്ട് ആരുടെയൊക്കെയോ പറമ്പിൽ നടന്ന് ഈ കാന്താരി മുളകും ഉള്ളിയും പുളിയൊക്കെ കൂട്ടി അരച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പൊടിയേരി കഞ്ഞി ചമ്മന്തി എനിക്ക് കൊണ്ടുവന്നു ഞാൻ കെടുക്കണോടത്തേക്ക്. പക്ഷെ എനിക്ക് അത്ഭുതം, എനിക്ക് എന്താ പറയുക. എന്നിട്ട് എനിക്കതൊരു ഭയങ്കര ഒരു ഓർമ്മയത് അമ്മേനെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കഞ്ഞി കുടിച്ചു. അമ്മ അന്ന് ഇവിടെ നിന്നു. അന്ന് രാത്രി ഇതുപോലെ ഈ 2 മണിയാകുമ്പോൾ എണീറ്റുള്ളൊരു ഛർദ്ദി പരിപാടി ഉണ്ടല്ലോ. ആ 2 മണിക്ക് എണീറ്റ് വർക്ക് ഏരിയയിൽ വാഷ് ബേസിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് വീണു. അന്നാണ് എന്നെ എടുത്ത് ചേട്ടാ ആശുപത്രിയിൽ കൊണ്ടുപോയത് ആ ദിവസം. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. 2 മാസം കഴിഞ്ഞിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹോർമോൺസൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടേ. അങ്ങനെ ഉള്ളി മൂത്തിട്ടില്ല, ഉള്ളി മിളകായിട്ടില്ല. ഇനി ചേട്ടന് അമ്മേനെ കുറിച്ചിട്ട് കുറേ ഓർമ്മകളുണ്ടാവും. നമുക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദാരിദ്ര്യ കാലഘട്ടമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷർട്ടൊന്നുമില്ല. ഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു വീട്ടിൽ വേണമെങ്കിൽ 2 ഷർട്ടാണെങ്കിൽ ഉണ്ടാവും.
സ്കൂളിൽ പോകാനും ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ പുറമേക്ക് ഈ ബന്ധുക്കളെ വീട്ടിലേക്ക്, പുറമേക്ക് എന്ന് പറയുമ്പോൾ ബന്ധുക്കളെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അയലോക്കത്തു നിന്ന് എല്ലാവരും അങ്ങനെ പരസ്പരം ഷർട്ടുകളൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് പോവുക. പിന്നെ ഇവിടെ ഒരു വലിയ വീടുണ്ട്, അവിടെ നിന്ന് അവിടുത്തെ നമ്മളെക്കാളും ഒരു പ്രായം അല്ലാണ്ട പ്രായമുള്ള ഒരു അവിടെ നിന്നുള്ള ഈ ചേട്ടൻ്റെ പഴയ ഡ്രസ്സുകൾ നമുക്ക് തരും. അത് കേട്ടിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഒരു ടൈം ഈ അമ്മ ഈ തുണി എടുക്കാനായിട്ട് ബോണസ് കിട്ടിയ ടൈമിലാണെന്നുകൊണ്ട് അച്ഛന് ഓട്ട് കമ്മിയിൽ ബോണസ് കിട്ടിയ ടൈമിൽ തുണി എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്യനെ കൊണ്ടുപോയത് തൃശ്ശൂർക്ക്. അപ്പോൾ ഒരു മരത്തിൻ്റെ കാല് മരം കൊണ്ടുള്ള കാല് കൊട, ആ കുടയും പിടിച്ച് കക്ഷതും പിടിച്ചിട്ട് അമ്മേരൊപ്പം ബസ് കയറി തൃശ്ശൂർക്ക് പോയാണ്. ഈ കല്യാണിൻ്റെ ഒരു തുണി കല്യാണാണോ കുറ്റിച്ചാക്കുവിൻ്റെ കടയാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മ, കുറ്റിച്ചാക്കുവിൻ്റെ കട. അപ്പോൾ അമ്മ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, അമ്മയ്ക്ക് ഈ വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. ആ സമയം അമ്മ 1 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ എണ്ണി കറക്റ്റായിട്ട് എല്ലാവർക്കും എത്ര വീതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാലും അമ്മ ആക്കി തരും. അങ്ങനത്തെ അമ്മയാണ്. അപ്പോൾ ഈ ഇവർക്ക് ഓരോരുത്തർ ഡ്രസ്സ് എടുത്തു, അച്ഛന് ഷർട്ട് എടുത്തു, മുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഇല്ല, ഇതെടുക്കുന്നുണ്ട്. അപ്പം അമ്മ ഓരോന്നിൻ്റെ വില ചോദിച്ചിട്ടാണ് ഇവരെടുത്ത് എടുക്കുന്നത് കേട്ടാ. കയ്യിലുള്ള കാശ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണി പിറക്കി ഇത് ഇവിടെ വെച്ചിട്ടുണ്ടാവും. എല്ലാവരും എല്ലാ അമ്മമാരും വെക്കുന്ന സ്ഥലമാണ് ഇവിടെ. അവിടെ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുക. അങ്ങനെ ഈ ബില്ല് അടിക്കുന്ന സ്ഥലത്ത് ഇപ്പം എനിക്കുള്ള ഷർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കുള്ളൊരു ഷർട്ട് എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കൂട്ടുകാരന്മാരോടൊക്കെ നാളെ അമ്മേരൊപ്പം ഡ്രസ്സ് എടുക്കാൻ പോകണ്ട, എനിക്ക് ഷർട്ട് എടുത്ത് കിട്ടും എന്നൊക്കെ സ്കൂളിൽ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അത് കണക്ക് കൂട്ടി വന്നപ്പോൾ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേരെ കയ്യിൽ പൈസ കയ്യില്ല. അപ്പോൾ കുറച്ച് പൈസ, അപ്പോൾ അമ്മേരെ പ്ലാൻ മുഴുവൻ അവിടെ തെറ്റിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോന് പിന്നെ അമ്മ ഡ്രസ്സ് എടുത്ത് തരാം, ഇപ്പം അവർക്കുള്ള എല്ലാവർക്കും എടുത്ത് ഇല്ല. അപ്പോൾ എന്നോട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പം, അപ്പോൾ നമുക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്, ഉപ്പിടണം കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ മോന് മസാല ദോശ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു, ഞാൻ ഡ്രസ്സ് പിന്നെ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാധാകൃഷ്ണ ഹോട്ടൽ, തൃശ്ശൂർ രാധാകൃഷ്ണ ഹോട്ടൽ, മസാല ഹോട്ടൽ, മസാല ദോശ കേട്ടോടുകൂടി ചേട്ടൻ പറഞ്ഞു എനിക്ക് ഷർട്ടും വേണ്ട, അല്ല ഒന്നും വേണ്ട, എനിക്ക് മസാല ദോശ മതി. പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. അന്ന് എനിക്ക് ഷർട്ടിന് പകരം അമ്മ മസാല ദോശ വാങ്ങിച്ചു തന്നു. അപ്പോൾ ആ രാധാകൃഷ്ണ ഹോട്ടലിൽ ഇരുന്നിട്ട് ഞാൻ മസാല ദോശ നിന്ന് കഴിക്കുമ്പോൾ അമ്മ തടയ്ക്കുന്ന ഇങ്ങനെ പൊട്ടിച്ച് തിന്ന് അമ്മ ഒരു ഉഴുന്ന് വടയാണ്ട് വാങ്ങിച്ചു തോന്നുന്നത്. ചേട്ടന് മാത്രമേ വാങ്ങിച്ചുള്ളൂ, അമ്മയ്ക്ക് വാങ്ങിക്കാനുള്ള കാശില്ലല്ലോ അല്ലേ. അപ്പൊ അതിന് പകുതി കൊടുക്കണ്ട അമ്മയ്ക്ക്. അല്ല, അമ്മ പൊട്ടിച്ചതിനുണ്ട്. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു വിഷമമുള്ള കാലഘട്ടങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കുറേ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കരയും. അപ്പം അത് പറയണ്ട, നമ്മൾ പ്രേക്ഷകരെ കരയിപ്പിക്കണ്ട. അപ്പോൾ അമ്മേരെ മുരിങ്ങയുടെ തോരൻ സരിത ഒരു സ്വല്പം ഉപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇലയിലാകുമ്പോൾ നമ്മൾ ഇലക്കറികളാകുമ്പോൾ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, ഇടുമ്പോൾ കുറേ ഉണ്ടാവും. അപ്പം നമ്മളത് വിചാരിച്ച് കുറേ ഇട്ട് കഴിഞ്ഞാൽ കൂടും, ബാടി വരുമ്പോൾ ഇത്തിരിയെല്ലാം ഉണ്ടാവും. നമുക്ക് അമ്മയ്ക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ ഓർമ്മ പോയ സമയത്തൊക്കെ ഇവിടെയുള്ള സമയത്ത് ഇവിടെ ഈ മുത്തുകൾ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓർമ്മ പോയി കഴിഞ്ഞപ്പോൾ ഡ്രസ്സ്, സ്വർണം, ഇതിനോടൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം. അതുപോലെ ചെറിയ കുട്ടികളുടെ പോലെ, ഹായ് നിനക്ക് നിൻ്റെ ഈ മാല, ഇങ്ങനെ പറയും, നിൻ്റെ മാല ഇത്രയുള്ളോ, എൻ്റെ മാല നോക്കിയേ വലുതാക്കണ്ട, നിൻ്റെ കൈമ വളയൊന്നുമില്ലല്ലോ, എൻ്റെ 2 കൈമലും വളയുണ്ട് കണ്ട, ഇങ്ങനെയൊക്കെ പറയാം. നിനക്ക് വളയൊന്നുമില്ല അല്ലേ? പിന്നെ പറയാം, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കാശൊന്നുമില്ല അമ്മേ, അത് കാരണം കൊണ്ടേ വളയൊന്നുമില്ല. അപ്പം അമ്മ ഒരു പ്രാവശ്യം വന്നിട്ട്, ആ സമയത്ത് ജഗുവിന് എക്സാം നടക്കാട്ടാ, ഒരു പ്രാവശ്യം വന്നിട്ട് നിൻ്റെ കാലുമ്പോൾ പാദസരം ഉണ്ടല്ലേ, എനിക്ക് പാദസരമില്ല, ഇങ്ങനെ പറയും. അപ്പം അതെ നമുക്ക് പോയിട്ട് വാങ്ങിക്കാട്ടാ, കടയിൽ പോയിട്ട്, അങ്ങനെ പറഞ്ഞിട്ട് പോരൂട്ടാ. അപ്പം ചെറിയ കുട്ടികളുടെ പോലെയല്ല, അപ്പോൾ നമ്മളും അതിനനുസരിച്ചിട്ട് അവരുടെ അടുത്ത് നിൽക്കണം. അപ്പോൾ ഞാൻ എന്നിട്ട് ജഗുവിനെ പഠിപ്പിക്കാൻ വന്നിരിക്കും. മോളെ മാത്സ് പരീക്ഷ ഓർമ്മയുണ്ടല്ലോ നിനക്ക്, മോളെ എന്ന് വിളിക്കും. അപ്പം എന്താ അമ്മേ, വീണ്ടും ഇതന്നെ, നിൻ്റെ കാലുമ്പോൾ പാദസരം ഉണ്ടല്ലേ, നോക്കിയേ എൻ്റെ കാലുമ്പോൾ പാദസരം ഇല്ല, ഇതന്നെ. ഞാൻ ഇവൻ്റെ അടുത്തേക്ക് വീണ്ടും പഠിപ്പിക്കാൻ വരും, പിന്നെ ഇതന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഞാൻ ഇട്ടേക്കണ പോലത്തെ പാദസരം പ്രീനേരം അവിടെ നിന്ന് വാങ്ങിച്ചത് ഇരിക്കണ്ടായിരുന്നു.
അത് ഞാൻ പോയിട്ട് അന്ന് അമ്മയ്ക്ക് പാദസരം വേണം, സ്വർണ്ണപാസരം തന്നെ വേണം, വെള്ളിയിലെ പറ്റില്ല ആൾക്ക് സ്വർണ്ണപാസരം തന്നെ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കാലുമ്പ് എടുക്കണ പോലെ തന്നെ പറഞ്ഞ ഇവിടെ പ്രീനേരം അവിടെ നിന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. എൻ്റെ പൊന്നോ അവിടെ സന്തോഷം, അവിടെ ചിരി. കാലുമലിക്ക് ഇങ്ങനെ നോക്കും, അയ്യോ എൻ്റെ കാലുമല് സ്വർണ്ണപാദസരമായി. അങ്ങനെ സന്തോഷം. എനിക്ക് പേടിയായി, ഇവിടെ ചേച്ചിമാരൊക്കെ എന്നെ ചീത്ത പറയാം, അമ്മേനെ നീ കോമാളിത്തരം കാണിക്കാണോ ഇത് ചീത്ത പറയാമോ പേടിയായിരുന്നു. ആ അപ്പം അമ്മ അങ്ങനെ ഭയങ്കര ഹാപ്പിയായി. അപ്പം ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം. ഇത് കാണുമ്പോൾ എന്നിട്ട് പറയാന്നാ ഇതൊക്കെ സ്വർണ്ണ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, അങ്ങനെ പറയും എപ്പോഴും. അമ്മ ഇങ്ങോട്ട് ഈ 10 ദിവസം ഇങ്ങനെ വരുന്ന സമയങ്ങളിലേ അമ്മയുടെ ഒരു എന്നിട്ട് പറയാം അത്രയ്ക്കധികം വീഡിയോകൾ ജഗ്ഗു എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മമ്മയുടെ. നല്ലതും പൊട്ടയുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ ചില സമയത്ത് അമ്മ ദേഷ്യം വന്നിട്ട് കലി തുള്ളിയിട്ട് നമ്മളെയൊക്കെ പച്ചത്തെറി വിളിക്കും. അതും അങ്ങനത്തെ വീഡിയോകളുണ്ട്. ചില ദിവസം ഒരു ദിവസം രാത്രി മുഴുവൻ കരച്ചിൽ. എൻ്റെ അച്ഛനമ്മേനും കാണണമെന്നുണ്ട്. എൻ്റെ അച്ഛനമ്മയും പോയിട്ട് കാണാനില്ല, അവർ എവിടേക്കാ പോയാവോ അവരെ കാണാനില്ല, ഭയങ്കര കറങ്ങി കുഞ്ഞു കുട്ടികൾ കരയണ പോലെ കരയാ നേരം വെളുക്കണ വരെ. നമ്മളെത്ര അവർ വരും അമ്മേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിച്ചാലും കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളൊക്കെ പാടത്താ, അവരെന്തിട്ടാണാവും ഇപ്പം അവിടെ ചെയ്യണം, എനിക്ക് എൻ്റെ മക്കളെ കാണണം, ഇങ്ങനെ പറയട്ടെ ഈ കരച്ചിൽ. അത് അങ്ങനത്തെ പിന്നെ ഭയങ്കര സന്തോഷമായിട്ട് ആളിങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കണത്. അങ്ങനത്തെ കുറേ വീഡിയോകളുണ്ട് കേട്ടോ അമ്പടയിൽ. അതൊക്കെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ളൊരു ഫോൾഡർ, അമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് നമ്മളതൊക്കെ ഹാർഡ് ഡിസ്കിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓർമ്മയില്ലാത്ത അമ്മേനെ ഇങ്ങനെ വീഡിയോയിൽ അധികം കാണിക്കാൻ നമുക്ക് തോന്നുന്നില്ല. ഓർമ്മയുള്ളപ്പോഴത്തെ നല്ല ഓർമ്മയിലുള്ള വീഡിയോകളുണ്ടല്ലോ, അതുകൊണ്ട് ഓർമ്മയില്ലാത്തപ്പോഴത്തെ നമ്മൾ വീട്ടിൽ ഇവിടെയുള്ള സമയത്ത് അധികം അമ്മേനെ നമ്മൾ അങ്ങനെ കാണിക്കാറില്ല. വല്ല സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ അമ്മയ്ക്ക് കൊടുക്കണതൊക്കെ നമ്മൾ അങ്ങനെ വീഡിയോയിൽ കാണിക്കാറുള്ളൂ. അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരിക്കലും അതിന് ദേഷ്യപ്പെടില്ല. ഭക്ഷണത്തിന് അമ്മ എൻ്റെ പോലെ തന്നെ ചിരിച്ച മുഖത്തോടെ തന്നെയാണ് അതിനെ സമീപിക്കുള്ളൂ. അപ്പോൾ അമ്മേരെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ മുരിങ്ങയില ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണിന് കാഴ്ചശക്തി കുറവുള്ളവർ, അമ്മയ്ക്ക് അത്രയ്ക്കും പ്രായമുള്ള അമ്മ അവിടെ ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്നാളുടെ ഇവരില്ലേ ഓർത്തറമ്പൻ്റെ അവനല്ല നിൽക്കുന്നത് അതിൻ്റെ മോളിൽ എന്ന് പറയും. അത്രയ്ക്കും ദൂരം. സജീവന്റെ വീട്ടിൽ അമ്മ ഒരു ദിവസം മറ്റേ മുരളിയുടെ വീട്ടിൽ പെയിന്റിങ് നടക്കുകയാണ്. അപ്പം അമ്മോട് ഇരുന്നിട്ട് അവൻ്റെ കഴുത്തിൽ കിടക്കണ ചെയ്യൻ നോക്കി ഒരു 5 പവനെങ്കിലും ഉണ്ടാവും ആ ചെയ്യൻ. അവർ രാഗിക്ക് നോക്കിയിട്ട് ആളെ തന്നെ കാണാനില്ല, അമ്മ ആളുടെ കഴുത്തിൽ ചെയ്യൻ. അത്രയും കാഴ്ചശക്തിയാന്ന് പറയുന്നത്. അപ്പം അമ്മേരെ ഓർമ്മയ്ക്ക് ആണ് നമ്മൾ ഈ മുരിങ്ങയില തോരൻ വെച്ചത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെന്നല്ല ആർക്കും വെച്ച് കഴിക്കാവുന്ന കാര്യമുണ്ടോ. ഇത് ആഡംബരമുള്ള ഒരു കൂട്ടാനല്ല, വളരെ നിസ്സാരമായിട്ടുള്ള ഇതാണ്. മുരിങ്ങയില ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. നമ്മുടെ പുഷ്കലാന്റിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വിദേശത്തുള്ളവർക്കാണ് മുരിങ്ങയില ഭയങ്കര ഇഷ്ടം. ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനം കേട്ടത്. കുഴപ്പമില്ല, കഴിക്കാം. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇലക്കറികൾ. ചെറുപ്പത്തിൽ എല്ലാ ഇലക്കറികളും കഴിക്കും ജഗു. ജഗു അമ്മാരിയും എൻ്റെയും ഇടയിൽ നിന്നിട്ട് കഴിക്കുന്നത് ഒരു ക്ലിപ്പ് എടുത്തിട്ട് കാണിച്ചു തരാം. അന്ന് അതന്നെ കുഞ്ഞേര് കുട്ടിയായിട്ട് കൈ ചൂടായിട്ട് അത് ഇങ്ങനെ കയ്യിൽ ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ആക്കിയിട്ട് കഴിക്കും. അത് എടുത്തുന്ന നല്ല ടേസ്റ്റ്. ചൂടില്ല, ചൂടുണ്ടോ? കയ്യിലിങ്ങനെ തട്ടി തട്ടി പന്ത് ഇടുന്ന പോലെ. അപ്പോൾ നമ്മുടെ മുരിങ്ങയില കഴിഞ്ഞു. അപ്പം നമുക്ക് എല്ലാ ദിവസവും വെച്ച് കഴിക്കണ്ട. ഞങ്ങൾ പഴയ വീഡിയോകൾ കാണും, ജഗ്ഗുനെ കാണാൻ വേണ്ടിയിട്ട്, അമ്മേനെയും കാണാൻ വേണ്ടി. ഒരു കൊല്ലം മുന്നേ ചാനൽ തുടങ്ങിയ അച്ഛനും ഉണ്ടായേനെ നമ്മുടെ ചാനലിൽ. പക്ഷെ അച്ഛൻ്റെയും കുറച്ച് വീഡിയോകൾ അച്ഛൻ നമ്മുടെ വീട്ടിലുള്ള സമയത്തേ 2017 അപ്പോൾ 7 വയസ്സും നമ്മുടെ ഒരു കുഞ്ഞ ക്യാമറ ഉണ്ടായിരുന്നു. ഏതായിരുന്നു അവിടെ ചെടി? സോണിയുടെ. ഇവന് 7 വയസ്സുള്ളൂ. എന്നിട്ട് ഇവന് എത്ര വീഡിയോ അച്ഛൻ്റെ അടുത്ത് വെച്ചിടുന്നറിയോ? അതുണ്ട് നമ്മുടെ കയ്യിൽ. അത് വിഷുവിന് പടക്കം പൊട്ടിയണതും അങ്ങനത്തെയൊക്കെ. അതൊക്കെ ഇനി വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ, അച്ഛൻ്റെയൊക്കെ വീഡിയോകൾ. ആ മെമ്മറി കാർഡിലാക്കി വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ എല്ലാവർക്കും
ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്താണ്. നന്ദി, നമസ്കാരം.